ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജeffzvlogലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അൽഫാം റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അതിനു മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ നൽകിയ സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒത്തിരി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞാണ് ഒരിക്കൽ കൂടി. അപ്പോൾ എന്തായാലും നമുക്കിന്ന് അൽഫാം റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാം, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് പോകാം. നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ തന്നെയാണ് റെഡിയാക്കുന്നത്. അതിനുള്ള അടപ്പൊക്കെ സെറ്റ് ചെയ്യാനാണ്. ചിരട്ടയും കരിയൊക്കെ ഇട്ടൊന്ന് കത്തിച്ച്, അപ്പോൾ ആദ്യം നമ്മൾ ചിരട്ടിട്ടൊന്ന് തീ സെറ്റ് ചെയ്തെടുക്കണതാണ്. നല്ല കനലിൽ ചിരട്ടിട്ട് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള ചിക്കൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മസാലയൊക്കെ പുരട്ടി ഒരു 4 കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത്. അതിനുള്ള ചേരുവകൾ ഇതൊക്കെയാണ്: തക്കാളി എടുത്തായിരുന്നു 4 എണ്ണം, സവാള 3 എണ്ണം എടുത്തു, ചുവന്ന ഉണ്ടമുളക് 20 എണ്ണം, ചെറിയ ജീരകം 1 ടേബിൾ സ്പൂൺ, കശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 75 ഗ്രാം, തൈര് 5 ടേബിൾ സ്പൂൺ, ഒലിവ് ഓയിൽ 3 ടേബിൾ സ്പൂൺ, മല്ലിച്ചീരയും ഉപ്പും ആവശ്യത്തിന്. ഇത്രയും ചേരുവകൾ നമ്മളൊരു മിക്സിയിൽ ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് അതാണ് നമ്മൾ ചിക്കനിൽ പുരട്ടിയെടുത്തത്. അതൊരു ഏകദേശം 1 ദിവസത്തോളം നമ്മൾ മാരിനേറ്റ് ചെയ്തു, ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത ചിക്കനാണ് അൽഫാമിന് വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഗ്രിൽ ബാറ്റ് വെച്ച് നമ്മൾ കനലൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി. ഇതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. ഇപ്പോൾ നല്ല കനലുണ്ട്, നല്ല ചൂടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കൻ പീസ് നമ്മൾ വലിയ ചിക്കൻ പീസും വെക്കുന്നുണ്ട്, അതോടൊപ്പം ഇതിനോടൊപ്പം നമ്മൾ ചെറിയ ചിക്കൻ പീസും വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ചിക്കനൊന്നും വേസ്റ്റ് ആക്കുന്നില്ല, എല്ലാം നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ആവശ്യം നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കിത് എല്ലാവർക്കും തന്നെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. വലിയ പണിയൊന്നുമില്ല. നമ്മൾ സാധാരണ അൽഫാം ഉണ്ടാക്കുന്നതിന് അത്ര ബുദ്ധിമുട്ടില്ലെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഞാനിതൊരു ചാനലിൽ കണ്ടാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗം സെറ്റായപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് മറിച്ച് അടിയിലത്തെ ഭാഗം കൂടി നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചാനലിൽ ഇങ്ങനെ കണ്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്തതാണ്. സംഭവം കുറച്ചും കൂടി ഞങ്ങളുടേതായിട്ടുള്ള ഇതും കൂടി ആഡ് ചെയ്തിട്ട് സംഗതി അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അൽഫാം ചിക്കൻ ഓൾമോസ്റ്റ് സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഗ്രേവി എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അത് പുരട്ടി കൊടുക്കാം. ഗ്രേവി നന്നായിട്ട് പുരട്ടി കൊടുക്കുന്നത് ചിക്കന് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇടയാകും. അപ്പോൾ നല്ല ഒരു സൂപ്പർ ഗ്രേവി ആയിരുന്നു. ആ ഗ്രേവി നമ്മളൊന്നും കൂടി എല്ലായിടത്തും നിന്ന് പുരട്ടി കൊടുക്കണം. എവിടെയെങ്കിലൊക്കെ ഗ്രേവി പോയിട്ടുണ്ടെങ്കിൽ ചരട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമ്മൾ ഈ അൽഫാമൊക്കെ കടകളിലൊക്കെ പോയി മേടിക്കുന്നതിന് പകരം ഒരു ചിക്കൻ വാങ്ങി നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ എല്ലാവർക്കും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്നും കൂടി പുരട്ടി കൊടുത്ത് നമുക്കൊന്നും കൂടി ചിക്കൻ ഗ്രിൽ ബാറ്റ് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ നമ്മൾ വേവിക്കുന്നതിൻ്റെ ഒപ്പം വേറൊരു പരിപാടിയും കൂടി ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എല്ലാം ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് പലപ്പോഴും അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ഇതിങ്ങനെ ചിക്കൻ ചെയ്യുമ്പോൾ, അൽഫാം ചിക്കൻ ചെയ്യുമ്പോൾ അതിനോടൊപ്പം നമ്മൾ കഴിക്കാനുള്ള ബ്രെഡും കൂടി ഇതിൻ്റെ ഒപ്പം നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ ബ്രെഡ് ബട്ടറൊക്കെ ഇട്ട് നമ്മളൊന്ന് നൈസായിട്ട് അത് മരിച്ചെടുക്കാനാണ്. റൊട്ടി എന്ന് പറയും, അല്ലെങ്കിൽ ബ്രെഡ് എന്നൊക്കെ പറയാറുണ്ട് പല സ്ഥലങ്ങളിൽ. ഞങ്ങളുടെ ബ്രെഡ് എന്ന് പറയണേ. അപ്പോൾ റൊട്ടി അല്ലെങ്കിൽ ബ്രെഡ് നമ്മൾ മുരിച്ചെടുത്തിട്ടുണ്ട്. അൽഫാമിൻ്റെ ഒപ്പം കഴിക്കാനുള്ള ബട്ടറൊക്കെ ഇട്ട് നല്ല കിടിലൻ ബ്രെഡ് തന്നെ കഴിച്ചിട്ട് ഒരു രക്ഷയില്ല. ചിക്കൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് ബ്രെഡിലൊക്കെ കയറി പിടിച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനിൽ നമ്മൾ നൈസായിട്ട് ബട്ടറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയായി. അൽഫാം ചിക്കൻ നമ്മൾ ഉണ്ടാക്കിയത് സ്മെല്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ലായിരുന്നു. ഉണ്ടാക്കിയ സമയത്ത് കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് കൂടി പറയാം. സംഗതി എന്തായാലും വെറുതെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സംഭവം അടിപൊളിയായിട്ടുണ്ടെന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അൽഫാം റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഏതായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് ചാനലിൽ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.